സോ ഐ മീൻ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന ഒരു മനുഷ്യത്വം അൾട്ടിമേറ്റ്ലി ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. മനുഷ്യത്വം. അഹാനയൊക്കെ ഒന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി എന്നൊക്കെ ഒരു 10 പ്രാവശ്യം ചോദിക്കണം മനുഷ്യത്വം എന്നുള്ള കാര്യം. റിയാക്ട് ചെയ്യുന്ന ടോപ്പിക്സിന് ഒരു ബേസിക് ഒരു നിലവാരം വേണ്ടേ? ലൈക്ക് ഡസ് ദിസ് ടോപ്പിക് ഡു എനി ഗുഡ് ടു ദ സൊസൈറ്റി? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തത് കൊണ്ട് അവിടെ ആകെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ഈ വീഡിയോ ഇടുന്ന ഈ ചാനൽ ഓണറിനാണ്. ശ്രദ്ധിക്കണം, ഇവിടെ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഗുണവധികാരം പറയുന്ന ഞാനടക്കമുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം സ്വന്തമായിട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മണി. അബ്സല്യൂട്ട്ലി ദാറ്റ്സ് റൈറ്റ്. നോ റിയലി സത്യം. എന്താണ് ഓക്കെ അത് കഴിക്കുന്നു. അതിനുശേഷം ഇവിടെ 10:30 AM ഗ്ലൂട്ടാത്തയോൺ. നിങ്ങൾ മനസ്സിലാക്കണം, 10:30 AM ഗ്ലൂട്ടാത്തയോൺ കാണിക്കുന്ന അഥവാ ആദ്യത്തെ ഡ്രസ്സ് ജിം വർക്കൗട്ട് ഫുഡ്, അതിനുശേഷം ആ ബ്രാൻഡിൻ്റെ പേര് നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഊരിയെടുത്ത് അതിൻ്റെ സംഭവം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് ഒരു സിനിമാറ്റിക് ലെവലിൽ അതിൻ്റെ വീഡിയോ എടുത്ത് അത് കുടിക്കുന്നതും കാണിച്ച് ബാക്കി ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ ആരും പറയരുത് ഇതൊക്കെ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്തതാണേ എന്നൊന്നും പറയരുത്. ഇതൊക്കെ ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണെന്ന് നിങ്ങളെപ്പോലുള്ള അന്ധർ വിശ്വസിച്ചു കൊള്ളണം എന്നുള്ളതാണ്. ഓക്കെ, ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നീ ചെയ്തതിനൊക്കെയും അതിനുള്ള പ്രതിഫലം നീ മേടിക്കാതെ ഇവിടെ നിന്ന് പോകത്തില്ല എന്ന് ആരോ എവിടെയോ പറഞ്ഞത് ഓർത്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങുന്നു. ഇത് ഞാൻ ഈ KK കൃഷ്ണകുമാർ ഫാമിലിയുടെ വീഡിയോസിനെ അവരുടെ പല വീഡിയോസ് വന്നപ്പോൾ പല ആൾക്കാരും പലതും അതിനെ വിമർശിച്ച സമയത്തും അതിനകത്ത് എവിടെയൊക്കെയോ ചില നന്മകൾ കണ്ടപ്പോൾ അദ്ദേഹം വീട് വെച്ച് കൊടുത്ത സമയത്ത്, അതുപോലെ തന്നെ ആ പുള്ളിക്കാരിയുടെ ദിയാകൃഷ്ണയുടെ പ്രസവം അതുമായിട്ട് വിവാദം ഉണ്ടായ സമയത്ത്, ഇങ്ങനെ പല കാര്യങ്ങളിലും എനിക്ക് മറ്റുള്ളവർ പലരും ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്തൊരു പോസിറ്റീവ്നെസ് ഉള്ളതുകൊണ്ടും അതിനകത്ത് എന്തൊക്കെയോ നല്ലത് വശങ്ങളുണ്ടെന്ന് ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അത് പറഞ്ഞതിൻ്റെ പേരിൽ തെറി കേട്ട ഒരാളാണ് ഞാൻ. ബട്ട് നൗ എനിക്ക് ഈ ഒരു ഫാമിലിയോട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കവർ അറിയത്തില്ല കേട്ടോ. കാരണം ഇവരെ ആരും നമ്മൾ നേരിട്ട് പരിചയമുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒരേ സമയത്ത് മറ്റേ ഊക്കലും അതുപോലെ തന്നെ ഉപദേശവും, ഇത് രണ്ടും ഒരു ഇത് വേണ്ട. അത് ശരിയാവണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് പറഞ്ഞിരുന്ന അഹാന കൃഷ്ണയെക്കുറിച്ചാണ്. നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സിനെ കുറിച്ച് നമുക്കാർക്കും അറിയില്ല സുഹൃത്തെ. നിങ്ങളുടെ ഫാമിലിക്കകത്ത് നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടിട്ട് ശേഷം മാത്രമാണ്. പിന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയക്കകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്ത് കമൻറ്റ് ചെയ്യുന്നവരെയും സോഷ്യൽ മീഡിയക്കകത്ത് അഭിപ്രായം പറയുന്നവരെയും നിങ്ങൾ കുറേയൊക്കെ കേസ് കൊടുക്കും, നിശബ്ദരാക്കാൻ വേണ്ടി ശ്രമിക്കും. പല ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വീട്ടിലേക്ക് കടക്കം ആൾക്കാരെ പറഞ്ഞുകൊണ്ട് കേസും വഴക്കുമൊക്കെ ആയിട്ട് നടന്ന കാര്യങ്ങൾ അറിയാം. റീസെൻ്റ്ലി തന്നെ കുറച്ച് ക്രിയേറ്റേഴ്സ് നിങ്ങളുടെ ഈ പല ഉടായ്പകളും പബ്ലിക്കിൽ പൊളിച്ചെടുക്കുമ്പോൾ അവരുടെ പേരിൽ കേസെടുക്കുന്ന പരിപാടി കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത എന്തിനാണ്? നിങ്ങളൊന്നും ചെയ്യാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ വഴിക്ക് പോട്ടെ. ബട്ട് നൗ ഇവിടെ കുറേയധികം മനുഷ്യത്വത്തിൻ്റെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീമതി അഹാന വന്നിട്ടുണ്ട്. ഇത് പറയാൻ അഹാന എത്രത്തോളം യോഗ്യത ഉള്ള ഒരാളാണെന്നുള്ള കാര്യം മാത്രമാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കാണുന്ന നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ഒന്ന് ദയവായി ഇത് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയണം. ഈ KK ഫാമിലിക്കകത്തുള്ള ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങളോട് വ്യക്തിവൈരാഗ്യമോ നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഒരു വിദ്വേഷമോ ഒന്നും എനിക്കില്ല. നിങ്ങളോടൊരു ഹെയ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷേ ഇത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഇത് പറയാതിരിക്കാനും പറയാതെ പോകാനും പാടില്ലാത്തതുകൊണ്ടാണ്. തുടക്കത്തിൽ തന്നെ പറയാം, നിങ്ങളുടെ ഈ കോൺട്രവേഴ്സിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ തൊട്ടിട്ടേ ഇല്ല. കാരണം എനിക്കതൊരു നാറ്റ കേസായിട്ടാണ് തോന്നിയത്. എൻ്റെ വീട്ടിലൊന്നും ഞങ്ങളുടെ അമ്മൂമ്മമാരെയും ഞങ്ങളുടെ അവിടെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചിട്ട് ഞങ്ങളാരും അവരെ തെറി പറയാനോ അവരെ കുറ്റപ്പെടുത്താനൊന്നും പോകത്തില്ല. പറഞ്ഞാൽ ഇവിടുത്തെ മറ്റ് പല ക്രിയേറ്റേഴ്സ് പറയുന്നതിനെക്കാട്ടിൽ അപ്പുറത്ത് ഞാൻ ചിലപ്പം വിളിച്ചു വാരി പറയും. അതുകൊണ്ടാണ് ഞാനത് മിണ്ടാത്തത്. അത്ര മാത്രം നാറിയ കാര്യങ്ങളാണ് പുറത്തു വന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ വരുന്നില്ല. കാരണം നമ്മുടെ പോട്ടെ, എന്തായാലും ഇതുപോലത്തെ കച്ചട പരിപാടികളൊന്നും നമ്മുടെ വീട്ടിലില്ല. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതുപോലത്തെ കച്ചട സ്വഭാവവും ഇല്ല. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ ഇത് പുറത്തുനിന്നൊക്കെ നമ്മളാരും പുറത്തു വിട്ടല്ലോ. ഓക്കെ, അത് പോട്ടെ. അത് എന്താണ് ഏതാണെന്ന് ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. ഏത് ഫാമിലി നടന്നതാണ്, ഏത് ഫാമിലിയെക്കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞെന്നുള്ള കാര്യം. ഇനി നടന്ന കാര്യം, ഇനി ഈ ഉപദേശത്തിനെ കുറിച്ച് കേൾക്കാം. ഇതിനെനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല. നമുക്ക് കേൾക്കാം, എന്താണെന്നുള്ളതല്ലേ കേൾക്കാം. പറയൂ. ഈ വീഡിയോ ഓൾറെഡി ഡിലീറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ഡിലീറ്റഡ് വീഡിയോയുടെ പാർട്ടാണ്. മോശം കമന്റ്സ് ഇടുന്നു, തെറി വിളിക്കുന്നു. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ഗ്രൂപ്പ് അറൈവ്സ് വിച്ച് ഇസ് റിയാക്ഷൻ വീഡിയോസ്. സി ഓൾ റിയാക്ഷൻ വീഡിയോസ് അതൊക്കെ ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഈ റിയാക്ട് ചെയ്യുന്ന ടോപ്പിക്സിന് ഒരു ബേസിക് ഒരു നിലവാരം വേണ്ടേ? ലൈക്ക് ഡസ് ദിസ് ടോപ്പിക് ഡു എനി ഗുഡ് ടു ദ സൊസൈറ്റി? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് എനി ഗുഡ് ടു ദ സൊസൈറ്റി.
ഓക്കെ, റിയാക്ഷൻ ചാനലുകാരന്മാർ, റിയാക്ഷൻ ചാനൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഓരോ ടോപ്പിക് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഗുഡ് ടു ദ സൊസൈറ്റി എന്നുള്ളൊരു സംഭവം കൺസിഡർ ചെയ്തുകൊണ്ടാവണം എടുക്കണമെന്നാണ് ശ്രീമതി അഹാനയുടെ ഉപദേശം. ശിരസ നമിക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. അത് പിന്നാലെ ഞാൻ കാണിച്ചു തരാം. ഇത് ഈ സൊസൈറ്റിക്ക് ഗുഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അഹാന ചെയ്യുന്നത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്കിയോടെ ഒന്ന് കുറച്ചുകൂടെ കേൾക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ ടോപ്പിക് റിയാക്ട് ചെയ്യുന്ന ടോപ്പിക്സിന് ഒരു ബേസിക് ഒരു നിലവാരം വേണ്ടേ? ലൈക്ക് ഡസ് ദിസ് ടോപ്പിക് ഡു എനി ഗുഡ് ടു ദ സൊസൈറ്റി? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തത് കൊണ്ട് അവിടെ ആകെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ഈ വീഡിയോ ഇടുന്ന ഈ ചാനൽ ഓണറിനാണ്. ശ്രദ്ധിക്കണം, ഇവിടെ റിയാക്ഷൻ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഗുണവധികാരം പറയുന്ന ഞാനടക്കമുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം സ്വന്തമായിട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മണി. അബ്സല്യൂട്ട്ലി ദാറ്റ്സ് റൈറ്റ്. നോ, റിയലി സത്യം, പ്യുവർ 100% സത്യമാണ്. ബട്ട് അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയക്കകത്ത് വീഡിയോസൊക്കെ ചെയ്യുന്നത് നോട്ട് ഫോർ മണി. അതെല്ലാം സാമൂഹിക സേവനവും സമൂഹത്തിനെ വളരെയധികം എഡ്യൂക്കേറ്റ് ചെയ്യാനും സമൂഹത്തിന് പൂർണ്ണമായ നിലവാരത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അത് പുറകെ കാണിച്ചു തരാം. നമുക്കാദ്യം ഞാൻ ചാർജ് ആവട്ടെ, കുറച്ചുകൂടെ എനിക്ക് മോട്ടർ ആവണം. എനിക്ക് പരമാവധി മോട്ടർ കേൾക്കാൻ താല്പര്യമാണ്. അത് ഞാൻ മോട്ടർ ആയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ മോട്ടർ കേൾക്കാൻ ഇഷ്ടമാണ്. അത് കേട്ട് ഞാൻ പരമാവധി അതിൻ്റെ ഇതിൽ എത്തിക്കട്ടെ. ഞാൻ എത്തിയിട്ട് അത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഭയങ്കര നന്മയുടെ നിറകുടങ്ങളെ കാണിച്ചു തരാം. Anything good or bad about a popular person, you will get more traction and views than your other videos, and the views converts to money. ഒരു 25 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 3 ലക്ഷം വ്യൂ എങ്കിലും കിട്ടുവാണെങ്കിൽ ആ മിനിമം ഓഫ് ഒരു 50,000 റുപ്പീസ് അവിടെ കിട്ടും. 25 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ 3 ലക്ഷമല്ല, ഒരു 6 ലക്ഷത്തിന് മേളിൽ വ്യൂവർഷിപ്പ് ഉള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, കാണിച്ചു തരാം. എത്ര? 50,000 രൂപ വ്യൂ. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്ന സാധാരണപ്പെട്ട ഇത് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കാണണം. അവരെ പോലുള്ള ക്രിയേറ്റേഴ്സിന് ഒരു 3 ലക്ഷം വ്യൂവർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനമാണ് അവർ പറയുന്നത്. അതൊന്നും സാധാരണ ഈ റിയാക്ഷൻ ചാനൽ നിങ്ങൾ ആരുടെ ചോദിച്ചു നോക്ക്. ഇതിൻ്റെ 4 പോട്ടെ, അതിൻ്റെ 4 അംശം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എനിക്കൊന്നും അങ്ങനെ കിട്ടാറൊന്നുമില്ല. 3 ലക്ഷം വ്യൂസിന് 50,000 രൂപയോ? അങ്ങനെയാണെങ്കിൽ ഒരു 30 ലക്ഷം വ്യൂസ് എന്നുള്ള സാധനം, അഥവാ 10 വീഡിയോ 3 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു മാസം 10 ലക്ഷം 30 ലക്ഷം, അതാ എത്ര? 50,000, 5 ലക്ഷം രൂപ, അങ്ങനെയൊക്കെയോ? എന്തൊക്കെയായി പറയുന്നത്? കിട്ടുന്നവരുണ്ടാവും കേട്ടോ, മേ ബി. കാരണം അവരൊക്കെ ഓൺ കോണ്ടന്റ് ചെയ്യുന്നവരെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല. ബിക്കോസ് നമുക്കത് കിട്ടത്തില്ല. ഓക്കെ, കറണ്ടും പോയി, അടിപൊളി. സോ ഡയറക്ട്ലി ഇവൻച്വലി ഇറ്റ്സ് ഓൾ കമ്മിങ് ബാക്ക് ടു മണി. ആൻഡ് അതിനു വേണ്ടി ഒരാളെ കുറിച്ച് കാര്യം അത് എന്താ സത്യാവസ്ഥ ഒന്നുമില്ല. ടപേ തെറി വിളിക്കുന്നു, റിയാക്ഷൻ വീഡിയോ, അത് ഇത് മറ്റത് മറിച്ചത്. അപ്പൊ എനിക്ക് ഇത്ര ചോദിക്കാനുള്ളൂ, ഈ ആൾക്കാർ എന്തെങ്കിലും ഒരു മാറ്റർ കാണുമ്പോൾ ഉടനെ വികാരഭരിതരായി വന്നൊരു തെറി കമന്റ് ഇടുന്നുണ്ടല്ലോ. ദാറ്റ് ഇസ് ബിക്കോസ് you got affected seeing whatever you saw that you wanted to put out what you had to say. അപ്പോൾ നിങ്ങൾ അവിടെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങൾ വന്ന് അങ്ങനെ പറയുന്നത് അല്ലേ? നിങ്ങൾ സെൻസിറ്റീവ്. ഈ ഓരോ 2 മാസം കൂടുമ്പോഴും നമ്മളായിട്ട് ബന്ധമുള്ളതും ബന്ധം ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ആൾക്കാർ മോശം പറയുന്നു, തെറി വിളിക്കുന്നു ചെയ്യുമ്പോൾ ഡു യു തിങ്ക് ദാറ്റ് നമ്മുടെ ഈ ഹാർട്ടിൽ ഇരിക്കുന്ന ഒരു ഹാർട്ട് ഉണ്ടല്ലോ, what do you think it is made out of? Do you think it is made out of like granite or wood or metal that എന്തുകൊണ്ടാലും ഒന്നും ഞാനൊരു കാര്യം പറയാം. ഏതൊരു വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ അഹാന കൃഷ്ണയോ ഈവൻ ഏതൊരു വ്യക്തിയാണെങ്കിലും ഞാൻ കൺസിഡർ ചെയ്യുന്നത് സീരിയസ്ലി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അത്ര യോഗ്യരാണോ? ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും പരമാവധി മറ്റുള്ള കോണ്ടന്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കുറച്ച് ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്ന റിയാക്ഷൻ ചാനലുകൾ എല്ലാവരെയും അനാവശ്യമായി ടാർഗറ്റ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ ആര് ടാർഗറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയൂ. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്ക് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്നേ. എനിക്കിവിടെ ആരും എൻ്റെ ശത്രുക്കളൊന്നുമല്ല. ദിസ് ഇസ് എ കോണ്ടന്റ്. അപ്പോൾ ആ ഒരു കോണ്ടന്റ് ബേസ്ഡ് ആയിട്ട് നിൽക്കുന്നത് മനുഷ്യരാണെന്നുള്ള ചിന്ത വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ റിയാക്ഷൻ ചാനൽസ് എന്നുള്ള സാധനം, ഈ സെഗ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയതിനു ശേഷം എത്രമാത്രം സാധാരണക്കാർക്ക്, ഇപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാര്യം എനിക്കറിയില്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, കുറേ അധികം ആൾക്കാർക്ക് ചെറിയ നീതികളും അവർക്ക് ചില ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരങ്ങളും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് കേസുകളുണ്ട്. വേണമെങ്കിൽ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒരു വിഷയം നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയാസ് പോലും എടുക്കാത്ത കാര്യത്തിനെ അതിനെ ഹൈലൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിനെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ കുറേ ആൾക്കാർക്ക് ചെറിയ നീതികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റിയാക്ഷൻ ചാനലുകാരെ കൊണ്ട് കഴിയുന്നുണ്ട്. അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആ വരുമാനം ഉണ്ടാക്കുന്ന വെറുതെ പോയിട്ട് ഒരാളെ പുറകെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് എടുക്കുന്നതല്ലല്ലോ. ഇവിടുത്തെ ഏത് റിയാക്ഷൻ ചാനലാണ്
കണ്ടവൻ്റെ വീടിൻ്റെ അകത്ത് CCTV വെച്ചിട്ട് ആ സാധനത്തിൻ്റെ എടുത്തുകൊണ്ട് കണ്ടന്റ് ആക്കുന്നത് അല്ലല്ലോ. അവർ ചെയ്യുന്ന ഓരോ കോണ്ടന്റുകളും നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് മറ്റേ വലിയ ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ട് ഇട്ടിട്ടല്ലേ. അങ്ങനെ ഇട്ടിട്ടു എന്നുള്ള കാര്യങ്ങളെ അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിനെ വെച്ച് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം കൊണ്ട് പബ്ലിക്കിലേക്ക് ഇടുകയും അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുകയും ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ആൾക്കാർ മാത്രം എങ്ങനെയാണോ കുറ്റക്കാരാവുന്നത്? എന്തിന് ലോജിക്കാണത്? ഓക്കെ, ബാക്കി ഇല്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഹാർട്ടിന്റെ ആ മെറ്റീരിയൽ കൊണ്ടല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹാർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഫാമിലിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത്, പൊതുവെ ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു ഗെറ്റ് ടാർഗറ്റഡ്. അത്ര ചിന്തിക്കാനുള്ള, അതായത് നിങ്ങളോട് ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യം കാണുമ്പോൾ തന്നെ അങ്ങ് ഫീൽ ആയി. അപ്പൊ നമ്മളെയൊക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെൻ യു ഡൺ നോ ഹാം ടു യു, നമ്മൾ എത്രയോ നോ ഹാം ടു യു. ഓക്കെ, ബാക്കി കേട്ടെ. നമുക്ക് ഡയറക്ട്ലി നമ്മൾ നിങ്ങളായിട്ട് ഒരു ഒരു എഫക്റ്റ് ഇല്ല, നമ്മൾ ഒരു കണക്ഷൻ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു നിങ്ങളെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്തു നിങ്ങളെ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ചില ഇൻസിഡൻസ് മാത്രം പറഞ്ഞുതരാം. എവിടെയോ, ഇപ്പം നമ്മളിതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തണ്ടേ, എവിടെയോ ആരോ അവരുടെ സ്വന്തം വാളിൻ്റെ അകത്ത് ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള സംഭവത്തിൻ്റെ അകത്ത് ഏതോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനകത്ത് അത്യാവശ്യം എങ്ങനെയുള്ള വീഡിയോ ആണ് ഇട്ടിരുന്നത് എന്നുള്ള കാര്യം പബ്ലിക്ക് കണ്ടു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന പൈസയൊന്നും ഞാൻ എടുക്കുന്നില്ലേ, ഇതൊക്കെ ഞങ്ങൾ വളരെയധികം പബ്ലിക്കിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് എന്താ പറയുക, എന്തോ ഇത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല, ഒരു പൈസ പോലും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആരോ ഒരു കുട്ടി വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ല ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. അപ്പോൾ ഇപ്പോൾ ആ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്ന ഇപ്പോഴും ആ പൈസ ഈ പറഞ്ഞ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നമുക്ക് അതിനകത്ത് തെറ്റിദ്ധാരണയൊന്നുമില്ല. എന്നാൽ കുറച്ച് ഈ ചിക്കൻ കറി വിഷയങ്ങൾ, പിന്നെ വേറെ അമ്മ എന്ന് വിളിക്കുന്ന കാര്യം, വഴി കിടക്കുന്നവർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞവർ, ഇങ്ങനെ പലതും ഇതൊക്കെ നമ്മളെല്ലാവരും ഈ മറ്റേ ക്യാമറ വെച്ച് മറ്റേ സാറ്റലൈറ്റ് വഴി കണ്ട കാര്യങ്ങളാണല്ലോ. അതുകൊണ്ടാണ്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി അഹാനയുടെ ഈ നമ്മൾ ആരും നിങ്ങൾ ഹാംഫുൾ ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നില്ലല്ലോ. ഒരു കമൻറ്റും കൂടെ ഞാൻ വായിക്കാം. അതിന് ശേഷം ആദ്യം ഇതൊന്ന് നിങ്ങൾ കാണും. ഇതിനകത്ത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ള കാര്യം നിങ്ങൾ പറ. അഹാന ഇതെല്ലാം പറഞ്ഞ അഹാനയുടെ ഒരു ഡ്യുവൽ ഫേസ് ആണേ, നോക്കിക്കോ. ഒരു വീഡിയോ ആണ് അഹാന ഇട്ടേക്കുന്നത്. ഈ പാട്ട് ഞാൻ ഓഫ് ചെയ്യുന്നു, ബിക്കോസ് അത് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടാൻ സാധ്യതയുണ്ട്. അഹാന ഫുഡ് കഴിക്കുന്നു. ഓക്കെ, 9:30 AM ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, ചട്നി, എന്താണ് ഓക്കെ അത് കഴിക്കുന്നു. അതിനുശേഷം ഇവിടെ 10:30 AM ഗ്ലൂട്ടാത്തയോൺ. നിങ്ങൾ മനസ്സിലാക്കണം, 10:30 AM ഗ്ലൂട്ടാത്തയോൺ കാണിക്കുന്ന അഥവാ ആദ്യത്തെ ഡ്രസ്സ്, ജിം വർക്കൗട്ട്, ഫുഡ്, അതിനുശേഷം ആ ബ്രാൻഡിൻ്റെ പേര് നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഊരിയെടുത്ത് അതിൻ്റെ സംഭവം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് ഒരു സിനിമാറ്റിക് ലെവലിൽ അതിൻ്റെ വീഡിയോ എടുത്ത് അത് കുടിക്കുന്നതും കാണിച്ച് ബാക്കി ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ ആരും പറയരുത് ഇതൊക്കെ ഞങ്ങൾ പ്രൊമോഷൻ ചെയ്തതാണേ എന്നൊന്നും പറയരുത്. ഇതൊക്കെ ഞങ്ങളുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണെന്ന് നിങ്ങളെപ്പോലുള്ള അന്ധർ വിശ്വസിച്ചു കൊള്ളണം എന്നുള്ളതാണ്. ഓക്കെ, ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ഇതെനിക്ക് ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് വളരെയധികം ഇവരെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇവരെ വീഡിയോസ് ഫോളോ ചെയ്തിരുന്ന ഒരാൾ, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടും അവർക്കൊക്കെ ഒരു ഇത് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ അയച്ചു തന്നതാണ്. ഓക്കെ, ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 1 week ago. അതിൻ്റെ ആ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടേക്കുന്നൊരു കമൻറ്റാണ്. ലാസ്റ്റ് വീക്ക് Ahana posted a paid collaboration with a skin clinic in Trivandrum, and the next day she posted a moisturizer and saying, you guys know I never promote anything without trying it myself for many days first. അതായത് അഹാന തന്നെ ഒരു ക്ലിനിക്കിൽ പോകുന്ന അതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു ക്ലിനിക്കിൽ പോയിട്ട് പെയ്ഡ് കൊളാബറേഷൻ നടത്തി. ഓക്കെ, ആ സ്കിൻ ക്ലിനിക്കാണ് കേട്ടോ. അതിനുശേഷം അടുത്ത ദിവസം തന്നെ ഇടുന്നതാണ്, യു ഗൈസ് നോ ഐ നെവർ പ്രൊമോട്ട് എനിത്തിങ് വിത്തൗട്ട് ട്രൈയിങ് ഇറ്റ് മൈസെൽഫ് ഫോർ മെനി ഡേയ്സ് ഫസ്റ്റ്. എൻ്റെ ശരീരത്തിൽ ഞാൻ ഒരുപാട് ദിവസം എൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കാത്ത ഒരു സാധനങ്ങളും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം വേറൊരു വീഡിയോ ഒരു മോയ്സ്ചറൈസറിൻ്റെ ആഡ് പ്രൊമോഷൻ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം കേൾക്കണം. സമൂഹത്തിന് ദോഷകരമായ ഒരു കാര്യവും ഞാൻ ചെയ്യാറില്ല. അഹാന കൃഷ്ണ ഡോക്ടറായോ? അല്ല, അറിഞ്ഞിടത്തോണ്ടാണ്. ഈ പറയുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്ന കെമിക്കലുകൊണ്ടാണ്. ഈ കെമിക്കലിൻ്റെ സൈഡ് എഫക്റ്റുകളും ഈ കെമിക്കൽ ഒരു വ്യക്തികൾ ഉണ്ടാക്കുന്ന റിയാക്ഷനുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ധാരണയുണ്ട്? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വേണം. കാരണം നമ്മുടെ ജനസംഖ്യ കൂടി വരുമല്ലേ. കുറേ ആൾക്കാർ ക്യാൻസർ ഉണ്ടാക്കി കൊടുക്കണം, കുറേ ആൾക്കാർക്ക് ലിവറിൽ ഇഷ്യൂസ് ഉണ്ടാക്കി കൊടുക്കണം, കുറേ ആൾക്കാരുടെ കിഡ്നി അടിച്ചു പോകണം. അതിനൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ വേണം. കാരണം നിങ്ങൾക്ക് ഒരു തേങ്ങാക്കൊലി അറിയാത്ത സാധനങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ പ്രൊമോഷൻ കൊടുത്ത് ആൾക്കാരെ ഈ കുഴികളിലേക്ക് വീഴ്ത്തിച്ചിട്ട് നമ്മൾ ഭയങ്കര സോക്കോൾഡ് ഇൻഫ്ലുവൻസർ ആണെന്ന് നിങ്ങളെ അന്ധഭക്തി കൊണ്ട് നടക്കുന്ന കുറേ വിവരമില്ലാത്ത വാണങ്ങൾ അത് ഇതെല്ലാം വാങ്ങി ഉപയോഗിച്ചുകൊണ്ട്
ആ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് ചെന്ന് വാങ്ങി തിന്ന് അവസാനം പണിയും കിട്ടും. അങ്ങനെ വളരെ എന്താണ് ഒരു പണി കിട്ടിയ ഒരു പെൺകുട്ടി അവരുടെ ലിവർ എന്താണ് കിഡ്നി ഡാമേജ് ആയിട്ട് ഡയാലിസിസിൻ്റെ ഇതിലേക്കൊക്കെ പോയി വളരെയധികം ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടു. ഒരു സോ കോൾഡ് ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്തൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചതാണെന്ന് ഡോക്ടർമാർ പിന്നീട് കണ്ടെത്തിയത്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് വിവരമുണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ? എന്നിട്ട് ഞാനെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനത്തിൻ്റെ ബ്രാൻഡ് നെയിം കാണിച്ചുകൊണ്ട് കറക്റ്റായിട്ട് ആ സാധനം പ്രൊമോഷൻ കൊടുത്തു. എത്ര ലക്ഷങ്ങളാണ് വാങ്ങുന്നത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വേണമെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കം ഒന്ന് ജസ്റ്റ് കാണുക. അത്ര എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. So today she is promoting glutathione tablet for glowing skin, and you know what's the funny part? The moisturizer and the glutathione promotion were shot on the same shot. അഥവാ ആ രണ്ട് വീഡിയോയും ഗ്ലൂട്ടാത്തോണിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ടാബ്ലറ്റും ഈ രണ്ട് സാധനങ്ങളും പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ഷോട്ട് എടുത്തേക്കുന്നത്, വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരേ ദിവസമാണ്. ഗ്ലൂട്ടാത്തോൺ പ്രൊമോഷൻ വെയർ ഷോട്ട് ഓൺ ദ സെയിം ഡേ വിത്ത് ദ സെയിം ഔട്ട്ഫിറ്റ്. ഒരേ സെയിം ഔട്ട്ഫിറ്റിൽ തന്നെ ഒരേ ദിവസം എടുത്താണ്, സെയിം ലൊക്കേഷൻ, ആഡ് സെറ്റപ്പ്. ഒരൊറ്റ ദിവസം കൊണ്ടെടുത്ത ഒരു ആഡ് സെറ്റപ്പാണ്. ഓക്കെ, I genuinely don't understand how someone can sit in front of a camera, record two different sponsors videos on the same day, make completely different claims in each one, and then post them to an audience that trusts them, making 3 to 5 lakhs per reel by posting contradictory ads is insane. And the fact that there are people who are ready to blindly follow anything she is promoting എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളുടെ 1297 പേര് അതിനകത്ത് കമൻറ്റിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് താഴെ ലൈക്ക് ഓടിച്ച് അതിനകത്ത് വാവ് എന്ന് പറയാൻ കുറേ എണ്ണം ബാണങ്ങൾ. വി ആർ കൺസ്യൂമർ പ്രോഡക്ട്സ്, ദേ ആർ പ്രോഡക്ട്സ്, പീപ്പിൾ ഹാവ് റിയലൈസ് ദ പ്രോഡക്ട്സ് വോണ്ട് ഹെൽപ്പ് അസ്, ദേ ആർ നോട്ട് യൂസിങ് ദിസ്. അവർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തിനെക്കുറിച്ചും ബുൾഷിറ്റ്. ഓക്കെ, എന്തായാലും ഇതൊക്കെ അഹാന സമൂഹത്തിന് ചെയ്യുന്ന നല്ല കാര്യമായതുകൊണ്ടും ഇതുപോലുള്ള കുറേ അധികം പ്രോഡക്റ്റുകൾ ഇവരുടെ ഈ ഒരു വാളിൻ്റെ അകത്ത് തന്നെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് കൊണ്ടും ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. ഇവർക്കൊക്കെ കുറേ അന്തരായിട്ടുള്ളത് ഇതെന്തോ സാധനം, yet another skincare ritual. In fact, it's about something a lot more important. നമ്മളെല്ലാവരും പണ്ട് മുതലേ ചെയ്യണമായിരുന്ന ഒരു കാര്യം, പ്രൊട്ടക്ടിങ് ആ ടൂത്ത് ഇനാമൽ. എൻ്റെ ഡെന്റിസ്റ്റ് ആണ് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞത്, നമ്മൾ ഈ ഡെയിലി കഴിക്കുന്ന ഫുഡിലെയും ഡ്രിങ്ക്സിലെയും ഒക്കെ ആസിഡ്. സോ ലക്ഷങ്ങൾ കൊയ്യുന്ന പ്രോഡക്റ്റുകൾ, ഓക്കെ, അവരുടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഉപാധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ റിയാക്ഷൻ ചാനലുകാരന്മാരൊക്കെ മറ്റേ രണ്ടാരമ്മ പെറ്റിട്ടത് അതായതുകൊണ്ട് അവർ ചെയ്യുന്ന സംഭവത്തിൻ്റെ അത് മൊത്തം പ്രശ്നങ്ങളാണേ. മാത്രമല്ല കേട്ടോ പറയുന്നത്, പൊതുവെ ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു ഗെറ്റ് ടാർഗറ്റഡ്, അത്ര ചിന്തിക്കാനുള്ള, അതായത് നിങ്ങളോട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം കാണുമ്പോൾ തന്നെ അങ്ങ് ഫീലായി. അപ്പൊ നമ്മളെയൊക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് when you've done no harm to you, നമ്മൾ എത്രയോ നമുക്ക് ഡയറക്ട്ലി നമ്മൾ നിങ്ങളായിട്ട് ഒരു എഫക്റ്റ് ഇല്ല, നമ്മൾ ഒരു കണക്ഷൻ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ ഇങ്ങനെ വന്ന് കയറുമ്പോൾ ഒരു സെക്കൻഡ് ചിന്തിച്ചൂടെ? അവര് നമ്മളെ പോലൊക്കെ മനുഷ്യരല്ലേ? അവര് പോപ്പുലർ ആണ്, അല്ലെങ്കിൽ അവര് സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഷെയർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലാതാകും. ഈ അതും ഇതും മറ്റതും മറിച്ചതും വന്നിരുന്നു. ശരി, ജെന്യൂൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഈ തൊട്ടേലും പിടിച്ചേലും വന്ന് ഈ തെറി വിളിക്കുന്നു. ജെന്യൂനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. അത് തെറ്റല്ല, അത് ജെന്യൂൻ അല്ല എന്നുള്ളതുണ്ടെങ്കിൽ അത് പറയും വേണം. ഇത് പറയുന്നു ഉടനെ തെറിവിളി തുടങ്ങിയ ഉടനെ എടുക്കും മോൾഡീവ്സിൽ പോയ ഫോട്ടോ. കാരണം എന്നാലേ ലുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം സാധാ ഉടുപ്പിട്ട് നിൽക്കുന്ന ഫോട്ടോ തമിഴിലായിട്ട് ഇട്ടാൽ ശരിയാവില്ല. സ്വിമ്മിംഗ് കോസ്റ്റ്യൂം തന്നെ ഇട്ട് നിൽക്കാം. കാരണം എന്നാലും ആ ക്യാരക്ടർ അസാസിനേഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആവും. സോ ഐ മീൻ, ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു മനുഷ്യത്വം അൾട്ടിമേറ്റ്ലി ഈ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളത്. മനുഷ്യത്വം. അഹാനയൊക്കെ ഒന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി എന്നൊക്കെ ഒരു 10 പ്രാവശ്യം ചോദിക്കണം മനുഷ്യത്വം എന്നുള്ള കാര്യം. ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇതിനകത്ത് പറഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഫാൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് പൂർണ്ണമായി അറിയാമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഞാനിത് ഇടുന്നതിൻ്റെ കാരണം എന്തറിയാമോ? ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് പണി കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു മൈൽ സ്റ്റോൺ പോലെ ഈ സാധനം ഇവിടെ വച്ചേക്കുന്നത്. അത് കാണുന്നവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ഈ പണി കിട്ടിയതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അവർക്കൊരു ബോധ്യം പറഞ്ഞു. നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പ്രൊമോഷൻ എടുത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ച്
ക്ലിനിക്കുകളിൽ പോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നല്ല ഡോക്ടേഴ്സിനെയും കണ്ട് എല്ലാ തരത്തിലും നിങ്ങളുടെ സ്കിൻ കെയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നോക്കിയിട്ട് 200, 300, 500, 1000 പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഡയറക്റ്റ് മാർക്കറ്റിൽ സെല്ല് ചെയ്യാത്ത പല സാധനങ്ങൾ നിങ്ങളിലൂടെയൊക്കെ ഈ ആഡ് പ്രൊമോഷൻ എന്നുള്ള കോടികൾ ഒഴിവാക്കിയിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താണ് കുറേ പൈസ അങ്ങ് തന്നിട്ട് അവർക്ക് തോന്നിയ രീതിയിൽ ആൾക്കാർക്ക് ടെസ്റ്റ് ഡോസ് പോലെ ആൾക്കാരുടെ സ്കിന്നിനെ ഒരുമാതിരി പരീക്ഷണശാലയാക്കാൻ വേണ്ടിയിട്ട് തരുന്ന സാധനങ്ങൾ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നിങ്ങളുടെ എന്താണ് ജീവിതം വളരെയധികം മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, വേർ ഈസ് മനുഷ്യത്വം, വേർ ഈസ് ഹ്യൂമാനിറ്റി. ഇന്ന് ഞാൻ നാളെ നീ എന്ന് ആരോ പാടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണേ. എനിക്ക് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഈ എന്ത് വന്ന് പറഞ്ഞാലും സത്യമാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ ഈ തെറിവിളി, റിയാക്ഷൻ, ഈ ട്രെൻഡ് അല്ലേ നമ്മുടെ നാട്ടിൽ കള്ളം പറയുന്നവരുടെ എണ്ണം കൂട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സി റൈറ്റ് പോയിന്റ്. ഈ ട്രെൻഡാണ് കള്ളം പറയുന്ന എണ്ണം കൂട്ടുന്നത്. കള്ളം പറയാത്തവരാരാ? ഇതുപോലുള്ള നല്ല ഇൻഫ്ലുവൻസേഴ്സാണ്. ഇപ്പൊ മറ്റേ ദിയയുടെ ഇഷ്യൂ നടന്നപ്പോൾ ആ 3 കുട്ടികൾ വന്ന് ഇത്രയും വലിയ കള്ളം പറയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ആരിലാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഐ ബിലീവ് ഇൻ ദ പബ്ലിക് എന്ന് പറയില്ലേ, അവരുടെ ബിലീഫ് ആരിലാണ്? ഈ പറഞ്ഞ പബ്ലിക്, ഫുൾ പബ്ലിക് അല്ല, കുറച്ച് ആൾക്കാർ. അവർക്കറിയാം ദാറ്റ് അവർ വന്ന് ദിയയുടെ വിഷയത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്ത ഏത് റിയാക്ഷൻ ചാനലുകാരാ ഉള്ളത്? ആരാ ഉള്ളത്? അതിനകത്ത് ഒരു ഇതും ഇല്ലാതെ നിങ്ങളുടെ കൂടെ നിന്നവരാണ് ഇവിടെ എല്ലാവരും. പോപ്പുലർ അല്ലെങ്കിൽ അവരെക്കാൾ ഫിനാൻഷ്യലി സക്സസ്ഫുള്ളോ വാട്ടെവർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ച് മോശം പറഞ്ഞാൽ അത് എത്ര വലിയ കള്ളമാണെങ്കിലും ഫിനാൻഷ്യലി പബ്ലിക്കിൽ പൈസ മറ്റത് മറിച്ചുണ്ടെങ്കിലും നമ്മളാരും സ്വന്തം അമ്മമ്മയെ തള്ളാക്കി വിളിക്കാറില്ലടേ. ഇല്ല, വിളിക്കാറൊന്നുമില്ല. പ്രായം കൂടുമ്പോഴേക്കും പ്രായത്തിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളും കാണിക്കും, ചിലപ്പോൾ അഹങ്കാരം കാണിക്കും, ദേഷ്യം കാണിക്കും. അപ്പം പല ആൾക്കാരും പറയും അമ്മമ്മയുടെ ഈ ടോക്സിസിറ്റി ഞങ്ങളാരും ഗ്ലോറിഫൈ ചെയ്യാത്ത ആളെയാണ് നമ്മൾ കണ്ടത്. ഷേക്സ്പിയർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്റ്റേജ് എന്ന് പറഞ്ഞ സംഭവം. അതിനകത്ത് വേൾഡ് ഇസ് ലൈക്ക് എ സ്റ്റേജ്. അതിനകത്ത് പ്രായം കൂടിയവരെക്കുറിച്ചും ജനിക്കുന്ന കുട്ടികളെക്കുറിച്ചും അതിൻ്റെ ഓരോ സ്റ്റേജുകളെക്കുറിച്ചും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെക്കുറിച്ചും ഈ ജീവിതത്തിൽ നമ്മൾ ആടുന്ന വേഷങ്ങളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് വില്യം ഷേക്സ്പിയർ. വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മ്യൂലിങ് ആൻഡ് പ്യൂക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്. സോ ഞാനിപ്പോഴും ഓർക്കുന്നു അത്. കാരണം അത് എൻ്റെ മനസ്സിൽ അന്നേ ഭയങ്കരമായിട്ട് പതിച്ചൊരു കാര്യം. ഹെപ്സി ടീച്ചറാണ് പഠിപ്പിച്ചത്, എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുന്നു, അത് നിങ്ങളുടെ ന്യായം. നിങ്ങൾ ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തരാതരം ഹാംഫുള്ളല്ല, സമൂഹത്തിന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്നിട്ടും മറ്റേ കുറേ റിയാക്ഷൻ ചാനൽ എന്ന് പറയുന്ന ആൾക്കാർ കുത്തിയിരുന്ന് എന്തൊക്കെയോ പറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിക്കണം. ദിസ് ഈസ് മൈ റിക്വസ്റ്റ്. നിങ്ങൾ ഇന്ന് ഈ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് നാളെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുമോ? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇന്ന് ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് കുഞ്ഞു കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ടോ? പറയൂ. കൊടുക്കത്തില്ല. പക്ഷെ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. ആ പ്രേരണയ്ക്ക് പറയുന്ന കൊലപാതകം ചെയ്യുന്നവനോടൊപ്പം തെറ്റ് തന്നെയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നവനും. കൊലപാതക പ്രേരണ കുറ്റം ഒരേ തുല്യമായ പരിപാടി തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക? കുറേ ആൾക്കാർ ആക്രമിക്കുന്നു, കുറേയധികം ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. ഈ അമ്മുമ്മയുടെ കഥ പറഞ്ഞപ്പോൾ പ്രായം കൂടുന്ന അമ്മൂമ്മമാർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റങ്ങൾ കാണിക്കുന്ന സമയത്ത് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത്. അതിനൊന്നും ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ അകത്ത് അമ്മൂമ്മമാരൊക്കെ അത്യാവശ്യം നല്ല ദേഷ്യപ്പെടുന്ന അമ്മൂമ്മമാർ അപ്പൂപ്പന്മാരൊക്കെ ഭയങ്കര ദേഷ്യപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും തെറി വിളിക്കാനും നമ്മളാരും അതിന് വേണ്ടിയിട്ട് റിവഞ്ച് എടുക്കുന്നത് പോലത്തെ മെൻറ്റാലിറ്റി കാണിക്കുന്നതും അമ്മമ്മയുടെ ടോക്സിസിറ്റി കാണിക്കുന്നതിന് നമ്മളാരും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾ ഉണ്ടാക്കാനൊന്നും ഞങ്ങളാരും പോയിട്ടില്ല. കർമ്മ ഹിറ്റ്സ്, കർമ്മ ഇസ് എ ബൂമറാങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ചെയ്തതിനൊക്കെയും നീ അനുഭവിക്കാതെ പോകത്തില്ല. അതിനുള്ള മറുപടി, അതിനുള്ള ഫലം നിനക്ക് കിട്ടാതെ പോകത്തില്ല. ദിസ് ഇസ് യൂണിവേഴ്സൽ. ഇത് ഞാൻ ഒരാളെക്കുറിച്ചും പറയുന്നതല്ല, ഇതൊക്കെ യൂണിവേഴ്സലായിട്ടുള്ളൊരു സംഭവം. അതുകൊണ്ട് ഇനി അഹാനയുടെ ടോപ്പിക്കിലേക്ക് വരാം.
ഞാൻ ഏതോ അമ്മമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടല്ലോ, അത് വേറെ ഏതോ ഒരു സ്ഥലത്ത് നടന്നൊരു കാര്യം. ഇന്തോനേഷ്യയിലാണെന്നോ അല്ലേ, ഒരു അമ്മമ്മയെ എന്താണ് ചെറുമോൾ തെറി വിളിച്ച ഒരു സംഭവം ഇന്തോനേഷ്യയിലാണല്ലോ അതോ സോമാലിയയിലോ എവിടെ നടന്നു? ഒരു അമ്മമ്മയെ തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഏതോ ഒരു സംഭവമൊക്കെ പബ്ലിക്കിൽ വന്ന് വേറൊരു പെൺകുട്ടി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് അതെല്ലാം പബ്ലിക്കായിട്ട് എടുത്ത് ഇട്ട് കൊടുത്തു. അവസാനം അവർ തമ്മിൽ കോംപ്രമൈസൊക്കെ ഇന്തോനേഷ്യയിലാണോ കെനിയയിലാണോ? ഓക്കെ, അവസാനം അമ്മമ്മയെ തെറി വിളിച്ച ആ ഒരു മോളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് കഥകളൊക്കെ വന്നു. സോ അത് വേറെ എവിടെയാണ് കേട്ടോ. നമുക്കിനി അഹാനയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അഹാന ഇതുപോലുള്ള സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ഉള്ള നല്ല ഈ ഗ്ലൂട്ടാത്തയോൺ പോലുള്ള കാര്യങ്ങൾ, മാരകമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ നൽകുന്ന ഇത്രയും ഗുണകരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് ഇനിയും കൊടുത്തുകൊണ്ട് സാമൂഹിക സേവനം, മനുഷ്യത്വം വീണ്ടും നിലനിർത്തിക്കൊണ്ട് താങ്കൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇന്ന് ഞാൻ നാളെ അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.